മക്കൾ വിശന്ന് കരയുമ്പോൾ അപ്പന് ഭക്ഷണമിറങ്ങില്ല. ഇന്നുച്ചയ്ക്ക് 12:50 കാലം ചെയ്ത മലങ്കര കത്തോലിക്ക സഭയുടെ ഗുഡ്ഗാവ് ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയൻ ജേക്കബ് മാർ ബർണബാസ് പിതാവിന്റെ വാക്കുകളാണിത്. ഏറെ നാളുകളായി രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മിഷണറി ചൈതന്യത്താൽ കത്തിജ്വലിച്ച വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത്. 2015 ഗുഡ്ഗാവ് രൂപതാധ്യക്ഷനായി അദ്ദേഹം സ്ഥാനമേറ്റത്. ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥമായ ആശ്വാസപുത്രൻ എന്ന വാക്ക് തികച്ചും യാഥാർത്ഥ്യമാക്കിയ വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത്. മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയിൽ നിന്നാണ് അദ്ദേഹം മെത്രാഭിഷേകം സ്വീകരിച്ചത്. സഭയുടെ വളർച്ചയ്ക്കായി ഏറെ ശ്രമിക്കുമെന്നും ദൈവത്തിന്റെ വലിയ ഒരു കരുതലും പരിപാലനയുമാണ് ലഭിച്ചിരിക്കുന്നതെന്നും പുതിയ രൂപതയുടെ ബിഷപ്പായി നിയമിതനായ ശേഷം ജേക്കബ് മാർ ബർണബാസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അശരണർക്ക് ആലംബവും കാരുണ്യമർഹിക്കുന്നവർക്ക് പ്രത്യാശയുടെ പച്ചത്തുരുത്തുമായിരുന്നു ഗുഡ്ഗാവ് മലങ്കര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ്. 1986 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 2015 ഗുഡ്ഗാവ് രൂപതയുടെ ഇടയനായി അവരോധിക്കപ്പെട്ടത്. ഗുഡ്ഗാവ് രൂപതാധ്യക്ഷനായി സ്ഥാനം അലങ്കരിക്കുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചാരെ നിൽക്കുവാനായിരുന്നു ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസിന്റെ പരിശ്രമങ്ങൾ ഏറെയും. പത്തനംതിട്ട ജില്ലയിൽ റാന്നി കരിക്കുളം ഏറത്ത് ഗീവർഗീസ് റേച്ചൽ ദമ്പതികളുടെ മകനായി 1960 ഡിസംബർ 7 പിതാവ് ജനിച്ചത്. കരികുളം LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് റാന്നിയിൽ നിന്ന് ഹൈസ്കൂൾ പഠനവും അദ്ദേഹം പൂർത്തിയാക്കി. 1975 ബദനി ആശ്രമത്തിൽ ചേർന്ന അദ്ദേഹം 1986 ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗിഗോറിയോസിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ശേഷം ബദനി ആശ്രമത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്ഥാനമടക്കം നിരവധി ചുമതലകൾ വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന്റെ ഭാഗമായി റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി. 2007 മലങ്കര കത്തോലിക്ക സഭയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിശ്വാസികളുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ബെനഡിക്ട് 16 പാപ്പ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസിനെ നിയമിച്ചത്. ഗുഡ്ഗാവ് രൂപതാധ്യക്ഷനായിരുന്ന ഈ 6 വർഷ കാലയളവിൽ അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച നന്മയുടെ നിറകുടമായിരുന്ന ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് കോവിഡ് കാലത്ത് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളും 2010 മുതൽ തെരുവിൽ കഴിയുന്നവർക്കായി ഉച്ചഭക്ഷണമൊരുക്കുന്ന പദ്ധതിക്കും നിർണായക പങ്കുവഹിച്ചു. മക്കൾ വിശുദ്ധ കരയുമ്പോൾ അപ്പന് ഭക്ഷണമിറങ്ങില്ല എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച് പാവങ്ങളുടെ പക്ഷം ചേർന്ന ആത്മാക്കളെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ബർണബാസ് പിതാവിന് ഷെക്കേന ന്യൂസിന്റെ പ്രാർത്ഥനാഞ്ജലികൾ.